പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യമായ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, 3 മണി സമയം കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം പോലും ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത സമയം, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് രക്ഷയുടെ അടയാളമായി, രക്ഷയുടെ മാർഗമായി നിന്റെ വലിയ കരുണ ചൊരിഞ്ഞ സമയം, ഈശോയെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയ ഈ ഒരു വലിയ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് നിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് നിന്റെ കരുണ കൂടുതൽ അനുഭവേദ്യമാകുവാനും ഞങ്ങളുടെ ജീവിതങ്ങളും കരുണയുടെ ജീവിതമായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കൃപയുടെ സമയം ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വചനത്തിലുടനീളം നമ്മൾ കാണുന്നത് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മളെന്താണോ, ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവം. 139 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. അതിനെ നമ്മളെ ഉറപ്പെടുത്തുന്നത് എത്രമാത്രം നമ്മളെ മനസ്സിലാക്കി നമ്മുടെ ഉള്ളം പരിശോധിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മൾ പലപ്പോഴും ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് മൂടി വെക്കുന്നത് ദൈവം കാണുന്നുണ്ട് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഈശോയും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ്. സമരിയാക്കാരിയുടെ ജീവിതത്തിൽ ഈശോ അവളെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവൾക്ക് ലഭിച്ച വലിയ ദൈവാനുഭവമാണ് വിവരിക്കുക. ഈശോയും ശിഷ്യന്മാരും ഒക്കെ അവർ എല്ലാവർക്കും സ്നാനമൊക്കെ കൊടുത്ത് ഈശോ പട്ടണങ്ങൾ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായിട്ടും പറഞ്ഞത് അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അവൻ യൂദയ വിട്ട് ഗലീലയിലേക്ക് പുറപ്പെടുകയാണ്. ഗലീലയിലേക്ക് പോകാൻ വേണ്ടി സമറിയ കൂടി പോകേണ്ട കാര്യമില്ല. പക്ഷേ ഈശോ പറയുകയാണ് അവന് സമറിയായി കൂടെ പോകേണ്ടിയിരുന്നു. അതായത് ഈശോ നേരത്തെ തന്നെ മുൻകൂട്ടി കാണുകയാണ് ഈ ഒരു വ്യക്തി, അതായത് സമരിയാക്കാരി സ്ത്രീയെ അവിടെ വെച്ച് കണ്ടുമുട്ടും. അവളുടെ മുമ്പിൽ തൻ്റെ ദൈവത്വം അവ കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകുമെന്നുള്ള കാര്യം കൃത്യമായി ഈശോ മനസ്സിലാക്കുകയാണ്. അവൻ സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു. അങ്ങനെ സമരിയായിലെത്തിയ സമയത്ത് ഈശോയ്ക്ക് ശക്തമായി ദാഹിക്കുകയും ഈശോ യാക്കൂബിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്ന അവിടെ ഇരുന്ന് വെള്ളത്തിന് വേണ്ടി കിണപേക്ഷിക്കുകയാണ്. അപ്പോഴാണ് ആ സ്ത്രീ കടന്നു വരിക. ആ സ്ത്രീയോട് പറയുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ പിന്നെ കാണുന്നില്ല. ഈശോയുമായൊരു സ്ത്രീയും മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം വ്യക്തിപരമായി ഒരു വലിയ ബന്ധം ആ ഒരു സ്ത്രീയുമായിട്ട് ഈശോ സ്ഥാപിക്കുകയാണ്. ഈശോ അവളോട് പറയുന്നത്, എനിക്ക് കുടിക്കാൻ തരിക.
ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം സമരിയാക്കാരിയോട് കുടിക്കാൻ തരിക എന്ന് പറയുന്നത് വളരെ അപമാനകരമായ ഒരു കാര്യമായിരുന്നു. എന്നിട്ടും ഈശോ ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ തരിക. അപ്പോൾ സ്ത്രീ ചോദിക്കുന്നു, നീ ഒരു യഹൂദനല്ലയോ? നീ ഒരു യഹൂദനല്ല, എന്നിട്ട് നീ എന്നോട് കുടിക്കാൻ തരിക എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈശോ തൻ്റെ ദൈവിക സ്വഭാവം ആ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈശോ പറയുന്നു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു. ഇത്ര നേരം ദാഹത്തോടെ കുടിക്കുന്ന ആ ഒരു വെള്ളത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് അതിൽ നിന്ന് ഒരു ആത്മീയ സംഭാഷണത്തിലേക്കാണ് ഈശോ കടന്നു വരിക. ഈശോ പറയുന്നു, ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിക്കും, ദൈവമേ ജീവന്റെ ജലം തരണമേ. ജീവന്റെ ജലം എന്ന് ഉള്ളത് പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് നീ ചോദിക്കുമെന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കുകയാണ്. അതിനു മുമ്പ് അതിനുശേഷം ഈശോ നമ്മൾ കാണുന്നത് അവളുടെ ജീവിതങ്ങൾ മുഴുവനും ഈശോയോട് പറയാം. ഈശോ തിരിച്ചും പറയുന്നുണ്ട്. അവരുടെ വ്യക്തിപരമായ സംഭാഷണത്തിൽ ഈശോയ്ക്ക് മനസ്സിലാകുന്ന കാര്യം, അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഇപ്പോഴുള്ളത് ഭർത്താവല്ല. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 പേരും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അവളുടെ ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഈശോ കാണുകയാണ്. ഭൗതിക ജീവിതത്തെക്കാൾ ഉപരിയായി ആത്മീയ ജീവിതത്തെ കാണുകയാണ്. കാരണം പ്രവാസ ജീവിതത്തിന് ശേഷം, അടിമത്തങ്ങൾക്കൊക്കെ ശേഷം അവർ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് അവർ കൊണ്ടുവന്ന വിജാതീയ ദൈവങ്ങളെക്കുറിച്ചും ആണ് കൃത്യമായിട്ടും അവിടെ പ്രധാനമായിട്ടും പറയുക. അതായത് ഇപ്പോഴുള്ളത് 6ാമത്തെ ആള് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ ഒരിക്കലും നാഥനായി അവൾ അംഗീകരിച്ചിട്ടില്ല. ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മുമ്പിലുള്ള ക്രിസ്തുവിനെ അവൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈശോയുടെ സംഭാഷണത്തിൽ നിന്ന്, ഈശോയുടെ കരുണയുള്ള ആ ഒരു സംഭാഷണത്തിൽ നിന്ന് അവൾക്ക് ഒരു വലിയ ബോധ്യം ലഭിക്കുകയും വലിയ തിരിച്ചറിവ് അവൾക്ക് ലഭിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം അവൾ പറയുന്നത്, അവൾ ചെയ്യുന്ന ആ ഒരു വലിയ പ്രവൃത്തി, അവളുടെ കയ്യിലുണ്ടായിരുന്ന, വെള്ളം കോരാൻ വന്നവളാണ്, അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുടം താഴെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി എല്ലാവരോടും ഞാൻ മിശിഹായെ കണ്ടു, അല്ലെങ്കിൽ ആ ഒരു വലിയ സുവിശേഷ വേല ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരിയേറെ ആളുകളെ ഈശോയുടെ അടുക്കലേക്ക് കൊണ്ടുവരാനായിട്ട് അവൾ പരിശ്രമിച്ചു. അവളുടെ ജീവിതത്തിൽ ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വയ്ക്കുന്നത്, അവളുടെ കുടം അവളെ താഴെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ കുടം എപ്പോഴും പ്രതീകാത്മകമായിട്ട് നിലകൊള്ളുന്നത് അവളുടെ ഹൃദയത്തെയാണ്. അവളുടെ ഹൃദയത്തെ പൂർണ്ണമായി ഈശോയുടെ കാൽക്കൽ സമർപ്പിച്ചിട്ടാണ് അവൾ പട്ടണത്തിലേക്ക് പോയി എല്ലാവരോടും താൻ അനുഭവിച്ചറിഞ്ഞ ആ വലിയ ദൈവിക അനുഭൂതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇത്രയും ശക്തമായൊരു വലിയ ദൈവാനുഭവം കിട്ടിയ ഒരു സ്ത്രീ വചനത്തിൽ മറ്റൊരിടത്തും കാണാൻ പറ്റത്തില്ല. വളരെ വ്യക്തിപരമായി തൻ്റെ ആ ഒരു വലിയ ദൈവികത ആ ഒരു സമരിയാക്കാരി സ്ത്രീയുടെ അടുത്ത് ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ അവൾ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശു അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ നമ്മൾ ഇവിടെ സുവിശേഷത്തിൽ കാണുകയാണ്. വളരെ ബ്ലണ്ടായിട്ട്, അല്ലെങ്കിൽ അത്രമാത്രം വ്യക്തിപരമായിട്ട് ഒരു മറയും കൂടാതെ ഈശോ ആ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്ന കാര്യമാണ്, ഞാൻ തന്നെ ക്രിസ്തു, ഞാനാണ് ക്രിസ്തു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മതിയായിരുന്നു ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനാണ്. അവൾ തീരുമാനമെടുത്തു, ഇനി മുതൽ ഞാൻ ഇനി പഴയ ജീവിത സാഹചര്യങ്ങളിലും എൻ്റെ പഴയ ജീവിതചര്യകളിലുമല്ല, മറിച്ച് ഞാൻ എൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആ ഒരു കീഴിലാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനാണ് തീരുമാനിക്കുക. ഇവൻ ക്രിസ്തുവാണ് എന്നുള്ള കാര്യം, ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കും. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത്, അപ്പോസ്തലന്മാരൊക്കെ എഴുതി വച്ചിരിക്കുന്നത്, കൃത്യമായും പറഞ്ഞു വച്ചേക്കുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും
അനുഭവിച്ചറിഞ്ഞതുമായ സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുക. അത്രമാത്രം ഒരു വലിയ ആത്മീയ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് വചനം പോലെ രൂപപ്പെട്ടിരിക്കുക. ഓരോ ലേഖനങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് സുവിശേഷങ്ങൾ എഴുതപ്പെടുന്ന പ്രകാരമാണ്, അതായത് ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട്. ഇന്ന് ഈ കരുണയുടെ നിമിഷത്തിൽ നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവിൻ്റെ ആ വലിയ സ്നേഹവും കരുണയും ഒക്കെ അനുഭവിച്ചറിയാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം, ഈശോയുടെ ആ ഒരു സ്നേഹവും കരുണയും ഒക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സമരിയാക്കാരി സ്ത്രീയെ പോലെ നമ്മുടെ പഴയ ജീവിതചര്യകൾ മാറ്റിവെച്ച് ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ പറ്റും. അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങൾ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരം സംഭവിക്കുക. സമരിയാക്കാരി സ്ത്രീയുടെ പിന്നീട് അവളെക്കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ അവളുടെ ജീവിതത്തിൽ വന്ന ആ ഒരു മാറ്റം നിലനിൽക്കുന്ന മാറ്റമാണ്. ഒരു വ്യത്യാസവുമില്ലാതെ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ എല്ലാവരുടെയും പക്കൽ ഏറ്റുപറയാനായിട്ട് അവൾക്കൊരു മടിയുമില്ലായിരുന്നു. അവൾ ഓടി നടന്ന അവളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളെല്ലാം പറയുകയാണ്. സാധാരണ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങൾ അത്ര വിലക്കെടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല. പക്ഷേ ഇവളുടെ ആ ഒരു വലിയ അനുഭവ സാക്ഷ്യം ഒത്തിരിയേറെ ആളുകളെ ഈശോയിലേക്ക് ആകർഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനത്തിലൂടെ നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോ ഉണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ കുദാശകളിലൂടെ നാം കണ്ടുമുട്ടുന്ന ഈശോ ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ സഹായിക്കുവാനായി കടന്നു വരുന്നവരിലൂടെ ക്രിസ്തുവിനെ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. അവിടെയൊക്കെ വളരെ വ്യക്തിപരമായ കരുണയോടെ ആർദ്രതയോടെ സമരിയാക്കാരിയോട് ആ സ്ത്രീയോട് സംസാരിച്ച ക്രിസ്തുവിൻ്റെ ആ ഒരു വലിയ കരുണയുടെ മുഖമാകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്റെ വലിയ കരുണയുടെ മുഖമായിട്ട് മാറുവാൻ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ്, ഞങ്ങൾ സ്പർശിച്ചറിഞ്ഞ്, ഞങ്ങൾ രുചിച്ചറിഞ്ഞ് കർത്താവേ നിന്നെ പ്രഘോഷിക്കുവാൻ, നിന്റെ കരുണയെക്കുറിച്ച് ലോകമെമ്പാടും അറിയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കാരുണ്യം അത് നമ്മളിലൂടെ ലോകം മുഴുവനും വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ വിശുദ്ധ ഫൗസ്റ്റിനാക്കി വെളിപ്പെടുത്തി കൊടുത്ത കാര്യം, എൻ്റെ കരുണയിൽ ആശ്രയിക്കുകയും എൻ്റെ ഈ കരുണയെ പ്രഘോഷിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ഈ ഒരു കരുണ, ദൈവത്തിൻ്റെ ആ ഒരു വലിയ മഹാകരുണ ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ, കർത്താവേ, നിന്റെ കരുണയിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് ഏറ്റുപറയും. സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് കടന്നു വന്നപ്പോൾ വെള്ളം സംഭരിക്കുവാനായിട്ട് കൊണ്ടുവന്ന അവളുടെ കുടം, അത് നമ്മുടെ അവളുടെ ഹൃദയത്തിൻ്റെ പ്രതീകമാണ്. കർത്താവിൻ്റെ മുമ്പിൽ അവൾ അത് കാഴ്ചവെച്ചിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് അവൾ കടന്നുപോയതുപോലെ, കർത്താവേ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിന്നെ പ്രഘോഷിക്കുവാൻ, നിന്റെ കരുണയെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തിക്കുവാൻ, എല്ലാവരോടും നിന്റെ കരുണയെക്കുറിച്ചും പ്രഘോഷിക്കുവാനും കരുണയിൽ ആശ്രയിക്കുവാനും പഠിപ്പിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും ഞങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയണമേ. നീ തരുന്ന വലിയ കരുണയും സ്നേഹവും ഒക്കെ അനുഭവിക്കുവാൻ, കർത്താവെ, നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഒരുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വർഗ്ഗ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, കർത്താവ്, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്കാരാധന.